ഗൈസ് നമ്മൾ ഊട്ടിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇന്നാണ് ഞങ്ങൾ എല്ലാരും കൂടെ പുറത്തേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോണം, ഇവിടെ പോണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതൊക്കെ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്ലാൻ മറ്റേ ട്രെയിനിൽ കയറണം എന്ന് ആദ്യം പറഞ്ഞത്. പക്ഷെ അത് നടക്കൂല. നാളെ രാവിലെ നടക്കും. മുന്നേ വന്നവർ നമുക്ക് വഴി കേട്ടു. കറക്റ്റ് രാവിലെ തന്നെ നമ്മള് ഇന്ന് രാത്രി നമ്മൾ പ്ലാൻ ചെയ്യണം. രാവിലെ നമുക്ക് ആ ട്രെയിനിന് കയറണം. ശരിക്കും ഇന്ന് നോക്കിയ സമയത്ത് ആ ട്രെയിന് 46 കിലോമീറ്ററോ 4.5 മണിക്കൂറാണ്. കാര്യം കൽക്കിരിയില്ല, അപ്പൊ മെല്ലെ പോവുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു വേണമെങ്കിൽ എത്രയും ദൂരം പോവാ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ മറ്റേ കിലുക്കത്തിൽ അതിലൊക്കെ ഇല്ലേ നമ്മൾ ആ ട്രെയിനൊക്കെ കണ്ടിട്ടുള്ള. അപ്പൊ നേരിൽ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കവർ ചെയ്യുക ഗൈസ്. നമുക്ക് ഊട്ടി മൊത്തം കറങ്ങി കാണണം. ഇവിടെ ഉള്ള ദിവസങ്ങൾ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഏകദേശം എല്ലാരും വൈറ്റിലാണ്. അപ്പൊ നല്ല അടിപൊളി ലുക്കൊക്കെ ഉണ്ട്. എല്ലാരും കുറെ പേര് ഊട്ടി കണ്ടിട്ടുണ്ടാവും, കുറെ പേര് ഊട്ടി കാണാത്തുണ്ടാവും. ഞാൻ വന്നിട്ടുണ്ട്, പിന്നെ ജുൻക വന്നിട്ടുണ്ട്, പിന്നെ ആരൊക്കെ വന്നില്ലേ, സല്ലു വന്നിട്ടുണ്ട്. പക്ഷെ സല്ലുവിന് ആ വന്ന സമയം കാരണം അന്ന് ഞാൻ ഡ്രൈവ് ചെയ്തില്ല, അന്ന് സൈഡിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മോഷൻ സിക്നസ് ആയിരുന്നു. ഞാൻ അന്ന് ഉറപ്പിച്ച ഊട്ടിയിലേക്ക് ഞാൻ വരില്ലാന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ സാഹചര്യം നിർബന്ധം കാരണം ഞാൻ വന്നു. ഇപ്പൊ ഡ്രൈവ് ചെയ്ത് വന്നപ്പോ അത് ഓക്കെ. അപ്പൊ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഊട്ടി പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറെ പേര് ഊട്ടി പോയി ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നോണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാ പോവാ. അതെ, അത് സത്യം. ഇനിയിപ്പോ ഊട്ടി പോയൊരു കാണാത്ത സ്ഥലങ്ങൾ നമ്മൾ കാണണ്ടെങ്കിലോ പറയാൻ പറ്റൂല. ഞങ്ങളിലൂടെ കാണാം. ബാഗ് ഒന്നും എവിടെ വെക്കണ്ടേ. എന്റേത് അഞ്ചിന്റെ ഏകദേശം സെയിം ബാഗ് അല്ലേ? നോക്ക്, ചെറിയൊരു കളർ ഡിഫറൻസ്, അതിന് ചെറുതായിട്ടൊരു ബ്രൗണും. എല്ലാരും കൂടി കുത്തിക്കൊളിച്ച ഒരു കാറിലാണ് കേസിന് പോകുന്നത്. അതെ, നമ്മള് വന്നത് 2 വണ്ടിയിലാണെങ്കിലും ഇവിടെ കറങ്ങാൻ ഒരു വണ്ടി മതി. കാരണം നമ്മൾ എല്ലാരും കൂടി ഉള്ളപ്പോഴല്ലേ എല്ലാരും കൂടെ പോകുമ്പോഴാ വൈബ്. അപ്പൊ ഞങ്ങൾ കുത്തിക്കൊളിച്ചൊരു കാർ പോകും. ഇവിടുന്ന് നമ്മൾ ഊട്ടി ടൗണിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. ഊട്ടി വരെ ഞങ്ങൾ എങ്ങനെയൊക്കെ എത്തി. ഊട്ടി ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല ദൂരം തോന്നുന്നു. ചിലപ്പോ നമ്മൾ ഇന്നലെ അറിയാതെ വന്നോണ്ടെത്തി. ചിലപ്പോ ഇന്ന് പോകുമ്പോ അത്ര ദൂരം ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കാട്ടുപോത്തല്ലേ? ബൈസനാവാൻ സാധ്യതയില്ല. പിന്നെ മറ്റേ മ്ലാവ് എന്ന് പറഞ്ഞ സാധനം കണ്ട്. മ്ലാവിനെ ഞാൻ കണ്ടില്ല, ബൈസിനെ ഞാൻ കണ്ടി. ഇവരാരും കണ്ടില്ലേ, രാത്രി ആയതുകൊണ്ട്. ഞാനില്ലേ, നമ്മള് മുന്നേ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ ഇതിനെ കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സൈഡിൽ എനിക്ക് ഒരു പേരൊന്നും അറിയില്ല. സൈഡില് സാധനം അല്ല, ആ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഇപ്പം കണ്ടേ. അപ്പൊ ഞാൻ വേഗം മറ്റേ ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് ബാക്കിൽ ഇവർക്ക് സിഗ്നൽ കൊടുത്ത് അവിടെ ഡേഞ്ചറാണ്. ഇവിടെ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി വരുന്ന സമയത്ത് കണ്ട കാഴ്ചകളിലും വളരെ വിഭിന്നമാണ് ഇന്നത്തെ കാഴ്ച. ഇന്ന് രാത്രി വരുമ്പോ നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഫുൾ ഇരുട്ടായിരുന്നു. ഇപ്പോഴാണ് ഇതിന്റെ ഭംഗി മനോഹാരിതയൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. ഫുൾ തട്ടായിട്ട് കൃഷിസ്ഥലം പോലെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ക്യാരറ്റായിരിക്കും, പറിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. നോക്ക്, അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു വീട് നോക്ക്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ല കുറെ കളർഫുൾ വീടുകൾ. താഴത്ത് ഗ്ലാസ്. ഇവിടെ എന്തായിരിക്കും ഇങ്ങനെ എല്ലാരും കളർഫുൾ വീടുകൾ. ഇതിലൂടെയാണ് ഇന്നലെ രാത്രി ചീറിപ്പാഞ്ഞു വന്നത്. ഇന്നലെ രാത്രി വരുന്ന സമയത്ത് നമ്മളിതൊന്നും മര്യാദക്ക് കണ്ടില്ലേ. ഫുള്ള് ഇരുടേനും, നല്ല ഇരുട് പറഞ്ഞാൽ നല്ല ഇരുടേനും. ഒരു തുള്ളി വെളിച്ചല്ല. കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഇവിടെ എപ്പോഴെങ്കിലും കത്തുമ്പോ നല്ലതും കണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ബൈസൺ എന്നൊക്കെ ഇവിടെ കുറെ ആൾക്കാർ തള്ളി പറിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അല്ല, കണ്ടിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങള് ഫസ്റ്റ് ചവിട്ടണോ, വണ്ടി ചവിട്ടണോ, വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തി. വേണ്ട എടുക്ക് പറഞ്ഞു. ഒറ്റെടുക്കലും കൂടെ എടുത്തു പോയതാ. നല്ല വലിയ സാധനം കഴിച്ചത്. അറിയാം, അമ്മാവന്റെ മോനായിട്ട് വരും ബൈസൺ. പക്ഷെ ബൈസൺ ഫോറിനിലാണ് പഠിക്കുന്നത്. ഇവിടെ കാട്ടുപോത്ത്. ഇതാണ് നമ്മള് കണ്ട സാധനം, വലിയ സാധനം അല്ലേ. ഞാൻ പറഞ്ഞുതരാം. പോലെ തന്നെ ആനയിലൊക്കെ ഒരു ഭംഗിയുള്ള ആനകളെ പറയില്ലേ, അതുപോലെ കാട്ടുപോത്തുകളിൽ ഭംഗിയുള്ള ഒരു കാട്ടുപോത്ത്. കാട്ടുപോത്ത് നല്ല ഹൈറ്റ് വെയിറ്റ് ഉള്ളത് കാട്ടുപോത്തായിരുന്നു.
കാണാൻ നല്ല ലുക്ക് ഉണ്ട്, നല്ല മുഖച്ചുള്ള നല്ല ഷേപ്പുള്ള ഒരു കാട്ടുപോത്ത്. ആലോചിച്ചാലോ കല്യാണം. ഗൈസ് നമ്മൾ ഫസ്റ്റ് പോകുന്ന ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ്. യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ട് ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ബാക്കി നമുക്ക് അവിടെ ചൈനീസ് ഫുഡാന്ന് തോന്നുന്നു അല്ലേ? അവിടെ നല്ല ഒതന്റിക് ചൈനീസ് ഫുഡാന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ റീൽസിലൊക്കെ കണ്ട സാധനം 50-60 വർഷം പഴക്കമുള്ള ചൈനീസ് ഒതന്റിക് റെസ്റ്റോറന്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഊട്ടി ടൗണിലേക്ക് പോകുന്ന ആ വഴി തന്നെയാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ. ഇതാണ് ആ റെസ്റ്റോറന്റ് ഷിങ്കോസ്. ഇവിടെ ഉള്ളിൽ കയറിയപ്പോ അധികം ആൾക്കാരൊന്നുമില്ലേ ഗൈസ്. ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി, നല്ല പങ്കില്. വേറൊരു കാര്യം പറഞ്ഞാ, ഇതിൽ നമ്പേഴ്സ് ഉണ്ടോ, 2, 4, 5, 8C, 13 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു സാധനം അവർ തന്നിട്ട് പറഞ്ഞിട്ട് ഇതിൽ ഏത് സാധനമാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. അത് നല്ലൊരു അടിപൊളി സെറ്റപ്പ് അല്ലേ? നല്ല. ഇവിടെ ബാക്കിൽ ഫുള്ള് ഒരു ചൈനീസ്, നമ്മൾ ചൈനീസ് റെസ്റ്റോറൻ്റ് ഒക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണൂലേ, അതേപോലുള്ള ഒരു സെറ്റപ്പാണ് ഈ ബാക്കിൽ മൊത്തം. ഇപ്പം ചുറ്റിനും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനത്തെ പെയിന്റിങ്സും സാധനങ്ങളൊക്കെ ഫസ്റ്റത്തെ സ്പോട്ടിന് നല്ല രസമാണ്. സ്ലൈസ്ഡ് ചിക്കൻ വിത്ത് ആൽമണ്ട്സ്. ചല്ലു എന്താ കഴിക്കുന്നത്? ഞാൻ സ്ലൈസ്ഡ് ചിക്കൻ വിത്ത് ആൽമണ്ട്സ് അറിയില്ല. ഇവ കഴിക്കാൻ പറ്റുന്നതാണോ ഓർഡർ ചെയ്യാൻ പറയാൻ പറ്റില്ല. ഷമി വെച്ചുള്ളൂ അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചിക്കൻ വിത്ത് ആൽമണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. ചിക്കൻ എനിക്ക് ഞാൻ ചിക്കൻ സൂപ്പ് എന്തായാലും കഴിക്കാം. പിന്നെ ചിക്കൻ സൂപ്പ് ഓക്കെ അല്ല. മെയിൻ ഫുഡ് ആയിട്ട് എന്തായിരിക്കും സേഫ് അല്ലേ? നൂഡിൽസ്. മൊത്തത്തിലൊരു ചൈനീസ് വൈബാണ്. നല്ല രസമുണ്ട്. കുഞ്ഞി ഫാൻ്റെ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങള്. അച്ഛനെ ഒരു പെട്ടിക്കട ഉണ്ടേനെ, അവിടെ ഇങ്ങനെ സോളങ്ങൾ ഇങ്ങനെ തുറക്കുന്ന സാധനം ഇങ്ങനെ ഫുള്ളുണ്ടാവും. അത് അതുപോലെ അല്ലേ, പഴയ ഫാൻ അല്ലേ അല്ലേ? ആ അതിന്റെ സല്ലൂന് മിനറൽ വാട്ടർ ഒക്കെ ഇട്ടിരിക്കാണ്. ഇവരെ സൂപ്പ് വന്നു. ശ്രീക്ക് ആകെ ഇവിടുന്ന് ഒരു പ്രതീക്ഷ സൂപ്പ് കുടിക്കാൻ പറ്റും. നല്ല പ്രതീക്ഷ ഉണ്ട്. ഒതന്റിക് ടേസ്റ്റ് ഉണ്ട്. കുരുമുളക് ഉണ്ടാക്കി ആദ്യം സൂപ്പിൽ തുടങ്ങി. എനിക്ക് സ്ലൈസ്ഡ് ചിക്കൻ വിത്ത് ആൽമണ്ട്സ് അങ്ങനെ ചിക്കൻ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആൽമണ്ട്സ് എന്തോ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഫുഡ് വരുന്നുണ്ട്. ലെറ്റ്സ് സീ. ഗൈസ് ഇതാണ് എൻ്റെ സ്ലൈസ്ഡ് ചിക്കൻ വിത്ത് ആൽമണ്ട്സ്. ഇതെനിക്ക് ഇഷ്ടാവുന്ന എനിക്കും തോന്നുന്നില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. പക്ഷെ കുഴപ്പമില്ല. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ശരിക്കും നൂഡിൽസ് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ആരോ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇതേ അതായത് നമുക്ക് എടുക്കുന്ന ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കാം. ഇത് നോക്ക് നോക്ക്, യോങ്ഷോ ഫ്രൈഡ് റൈസ് പൊഴിഞ്ഞു വെച്ച പോലെ ഇഷ്ടമായി. പച്ചപോലെ ഉണ്ടത് കണ്ടിട്ടുണ്ട്. ഇവിടെ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചിക്കൻ കഴിച്ചപ്പോൾ പോവാണ് ഗൈസ്. ആണല്ലേ? എനിക്ക് വേണ്ട, എനിക്കെന്താ പേര്? ആൽമണ്ട്സ് ആണ് ചിക്കൻ. ആൽമണ്ട്സ് ചിക്കൻ മാത്രമേ. ഈ നൂഡിൽസ് ഒരു സോഫ്റ്റ് നൂഡിൽസ് ആട്ടോ. ഇങ്ങനെ കട്ടില്ലാത്ത മെലിഞ്ഞ നൂഡിൽസ് ഇല്ലാതെ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തല്ലിവിടെ ഒരു വിയേർഡ് കോംബോ ട്രൈ ചെയ്യണം ഗൈസ്. നൂഡിൽസ് എടുത്തിട്ട് അവനാ ചിക്കനിലേക്ക് ഇട്ട് നല്ല കിടിലം കോംബോ ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അത് കുളമായ നൂഡിൽസ് മൊത്തം പെറുക്കി കളയും. നല്ല ടേസ്റ്റ്.
എനിക്ക് നൂഡിൽസ് ഞാൻ അങ്ങനെ കഴിക്കുന്നതല്ല, പക്ഷെ ഈ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതിലോട്ട് കുറച്ച് ഇത് വയ്ക്കാം, സോസ് കഴിക്കുക. എന്ത് സോസാണ് എനിക്ക് അറിയില്ല. ഇത് ചില്ലിയാണ്. ആ ചില്ലിയാണ്, ഇത് നോർമൽ സോസാണ്. ചില്ലി റിസ്ക് വേണ്ട കഴിച്ചു. എങ്ങനെയുണ്ട്? നേരത്തെ പോലെ തന്നെയാണ്, ഇത് മാറ്റമൊന്നുമില്ല. നല്ലോണം കഴിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ചിലപ്പോൾ ഒന്നും കിട്ടിയത് വരില്ല. ഇവിടെ എന്താ? ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കുക. ആ സാധനം മാറ്റി മാറ്റി ട്രൈ ചെയ്തോണ്ടിരിക്കുക അല്ലേ? ട്രൈ ചെയ്ത് ആ ഇത് ഇത്ര ആയില്ലേ? അങ്ങനെ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഫുഡ് സ്പോട്ട് നല്ല അടിപൊളി ഫുഡ് സ്പോട്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു ചൈനീസിന്റെ ആ ഒരു ഒതന്റിക് ടേസ്റ്റ് അതാന്ന് വിചാരിക്കുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളവിടെ കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല, അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആട്ടോ. അതെന്തായാലും സക്സസ്ഫുൾ ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഇതുവരെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കണ്ടിട്ടില്ല, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തി. ഭയങ്കര തണുപ്പ്, കോട. ഇതുണ്ടോ ഇവിടെ മൊത്തം കോടയാണ് ഗൈസ്. അവിടെ ലേക്ക് എന്താന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്കാട്ടോ നടന്നു പോകുന്നത്. ഇവിടെ മൊത്തം വഴുക്കുമാണ്. ഇവിടെ നല്ല സ്ലിപ്പ് ഉണ്ട് കേട്ടോ. കുറെ പ്രാവശ്യം വരുന്ന വഴിക്ക് ഒരാൾ പറയണേ തണുപ്പൊന്നും ഉണ്ടാവില്ല, സീനൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് നിർത്തില്ല. അല്ല അത് വഴിക്കോട് പോകും. ഇവിടെ മൊത്തം മറ്റേ മഴയും ചളിവെള്ളവും ചളി അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് വഴുക്കിയിട്ടാട്ടോ. അപ്പൊ മെല്ലെ മെല്ലെ ഗ്രിപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ പോവാൻ. ഇവിടെ ഇങ്ങനെ കാണിച്ചാലേ ഏതാണ്ടോ നോക്കിയേ. ഇവിടുന്ന് നോക്ക്, ഇവിടുന്ന് ഉരുണ്ട് ഒറ്റ പോക്ക് പോയി അവിടെ എത്തും. വെള്ളത്തിലെത്തൂല, ഏതെങ്കിലും ഒരു പൈൻമരത്തിനെ തട്ടിയിട്ട് അവിടെ നിൽക്കും. നല്ല പോകും. പറഞ്ഞാല് ഇന്നെക്കാട്ടൊക്കെ തണുത്ത് വിറക്കുന്ന ഇവരൊക്കെയാണ് കേട്ടോ. ആ ഞാൻ ആദ്യം പറഞ്ഞിട്ടല്ലോ, ഞാൻ നല്ലോണം തണുത്ത് വിറയ്ക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല വൈബുണ്ട്. അവരൊക്കെ നടന്ന് അവിടെ എത്തി. നമ്മൾ നേരെ നടന്നത് ആ വെള്ളത്തിന്റെ അടുത്തോട്ടാ പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ നല്ല വ്യൂ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒറ്റ പ്രശ്നം പറ്റി, എനിക്ക് ഈ വെള്ളം ഈ ചളിയിലേക്ക് ഇടണ്ടേ, എനിക്ക് എന്തോ തോന്നുന്നു. ആ കുഴപ്പമില്ല, ഞാനും വൈറ്റ് ചെയ്തിട്ട്. അങ്ങനെ നമ്മളിത് പൈൻമരത്തിന്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണേ. ആ മഴ പൊടിഞ്ഞു നല്ല മഴയായി ഇപ്പൊ. ഓരൊക്കെ നടന്ന് അവിടെ എത്തിട്ടോ. അയ്യോ ഇവിടുന്ന് വഴിക്കൽ നല്ല രസമുണ്ടാവും. പറഞ്ഞപ്പോ അവിടെ വേറെ വൈക്ക് വീഴുന്നുണ്ട്. വെള്ളം ഒച്ചയും വിളിയും കേട്ടിട്ട് ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നത്. വീണ എല്ലാരും നോക്കി ചിരിക്കൂലേ? വീണ എല്ലാരും നോക്കി ചിരിക്കും. ഇപ്പൊ ഞാനും ചിരിക്കും. ഇവരേതോ കാട്ടിലൂടെ പോവാണ് ഗൈസ്. എങ്ങോട്ടാ? പക്ഷെ അവിടെ മൊത്തം ചളിയാ, നല്ല ചളിയാ. നല്ല തണുപ്പെന്ന് പറഞ്ഞാ നല്ല തണുപ്പാണ്. അതിന്റെ കൂടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്റെ കയ്യൊക്കെ ഉണ്ടല്ലോ മരവിച്ചിട്ട് വയ്യ. ഞാനാണ് ജാക്കറ്റ് കൊടുത്തില്ല, പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും ഐസ് പോലെ ഉണ്ട്. ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ നോക്ക് ഗൈസ്, കണ്ടോ? ഇവിടെ ഒരു ചെയർ ഉണ്ട് ഇരിക്കാൻ. എന്ത് രസാന്നറിയോ? നല്ല തണുപ്പു, പൊളി പൊളി പൊളി, നല്ല രസമുണ്ട്. ഇതൊക്കെ കുറെ ആൾക്കാർ കണ്ടിണ്ടാവും, പക്ഷെ അങ്ങനെ ആദ്യമായിട്ട് ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ കണ്ടോ, ഇവിടെ കുതിര ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. പക്ഷെ പേടിയായിട്ട് ഞങ്ങൾ ആരും കേറുന്നില്ല. അഞ്ചിക്ക് കുതിരനെ പിടിക്കണം. വേണ്ടാ കേറണോ? കേറില്ല. ഇവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുൻക ആട്ടപ്പെടുത്തോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ജുൻക സിംഗിൾ എടുക്കുക, അത് കഴിഞ്ഞിട്ട് അമലേട്ടൻ എടുക്കും. ഗൈസ് ഇനി നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഹായ്, ഞങ്ങൾ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. എല്ലാവരും ക്ഷീണിച്ചു ഗൈസ്. എല്ലാവരും ഫോട്ടോ എടുത്ത് കുറേ ആസ്വദിച്ച് നല്ല ഞങ്ങൾ കുറേ നേരം ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല തണുപ്പട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം ഗൈസ്. അത് നമ്മൾ കാറിൽ ഇരുന്നിട്ട് വേണം തീരുമാനിക്കണമെങ്കിൽ. നമ്മൾ കാറിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ പോകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാട്ടോ. ഇവിടെ എത്തിയിട്ടോ നമ്മള്. ഇവിടെ കുറെ ഫുഡിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മാഗി, നല്ല ചൂട് മാഗിയും ചായയും കുടിക്കണം. കാരണം ഞങ്ങള് കേറി വന്ന് അങ്ങനെ കെട്ടുകെട്ടാ വിറയ്ക്കുന്ന തണുപ്പെന്നാണ്. അപ്പൊ എന്തെങ്കിലും ചൂടുള്ള കഴിക്കാന്ന് വിചാരിച്ചു. ആദ്യം അത്
കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോവാം. ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. 5 മാഗിയും പിന്നെ ഒരു കോണും. നല്ല ചൂട് കോണം, നല്ല സുഖമുണ്ട്. ഇപ്പൊ ചൂട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് നല്ല തണുപ്പല്ലേ. നമ്മളിവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിരുന്നു, പക്ഷെ അവിടെ എൻട്രി ഇല്ല. അവിടെ ക്ലോസ്ഡാ. എൻട്രി ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം അവിടെ കയറി എത്തൂല. പകുതി കഴിച്ച് വരത്തി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം നമുക്ക്. ഇതുണ്ട് ഗൈസ്, ആ ചൂട് കോണാണ്. ഇതില് ചെറുതായിട്ട് എരിവുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ഞങ്ങൾ ചായ വാങ്ങാൻ പോയ നേരത്ത് ഇവര് കോണൊക്കെ വാങ്ങി തിന്നുന്നു. എന്നെ കൂട്ടാതെ ദുഷ്ടന്മാരെ. നല്ല കോണല്ലേ? ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞിരുന്നു. കോണ് വീട്ടില് നല്ല ഇരിക്കാ. ഞങ്ങൾ നല്ല ചൂട് മാഗി തിന്നോണ്ടിരിക്കുക കേട്ടോ. കോണും തിന്ന് മാഗി. നിങ്ങളെ ഇന്നത്തെ എഗ് മാഗി പാളയതുകൊണ്ട് ഇന്നും എഗ് മാഗി വാങ്ങി നോക്കി. രസമുള്ള കിട്ടുമോ? അന്ന് കിട്ടിയ നല്ല രസം കഴിച്ചു. ഇങ്ങനെ തണുപ്പത്ത് മാഗി ചൂടോടെ കഴിച്ചു. സത്യം. കല്ലുന് വേണ്ടാലോ? മാഗി തന്നു തന്ന് നോക്കി മുഴുവനായി. നമ്മളിപ്പോ ചോക്ലേറ്റ് ഫാക്ടറിയിലാട്ടോ ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമൊന്നുമല്ല. അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതിനെ നിർത്തിയതാട്ടോ. ഞങ്ങൾ ഇവിടെ സ്ഥലങ്ങൾ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഇവിടുത്തെ ഫുഡ് സ്പോട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതിന് ഓരോന്നോരോ നമ്മളിങ്ങനെ മാപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് എത്തിയാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് സ്ഥല ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ നല്ലൊരു അടിപൊളി ബേക്കറിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളുള്ളത് ഊട്ടി ടൗണിലാണ് ഗൈസ്. അതെ, ഇവിടെ മറ്റേ ചോക്ലേറ്റിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മള് റീൽസിലൊക്കെ കണ്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ ചോക്ലേറ്റ് ബ്രൗണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പോകട്ടോ. നമ്മള് ഫസ്റ്റ് ഇവിടെ പോയി പൈൻ ഫോറസ്റ്റ് പോയി. രണ്ടാമത് നമ്മള് ഇവിടെ പോയി ഷൂട്ടിംഗ് ലൊക്കേഷൻ. പക്ഷെ അത് ക്ലോസ് ചെയ്യുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകുന്നത്. ഇനി വീണ്ടും അവിടെ നമ്മൾ അറിയുന്നവരെ കുറെ ആൾക്കാരെ കണ്ടിട്ട് എന്തൊക്കെയാ നമ്മൾ മേടിക്കേണ്ട തീരുമാനിക്കാം. സാധനങ്ങളുണ്ട്. ഒരു ചോക്ലേറ്റ് ബ്രൗണി, പിന്നെ ഒരു ഏതാ അമലായിട്ട് നമ്മൾ പറഞ്ഞേ ക്ലാസിക് ജാബ് കേക്ക് ഒന്ന്, ക്ലാസിക് ജാബ് കേക്ക് ഒന്ന്, ഒരു ക്ലാസിക് ജാബ് കേക്ക്. പിന്നെ നോക്ക് ബ്രൗണി വാങ്ങി പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇത് കാണാൻ നല്ല രസമല്ലേ? ഇത് മേടിക്കണം. ഇതിനുള്ളിൽ എന്തൊക്കെയോ ചോക്ലേറ്റാ ചിലപ്പോ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ആണ്. ഇതൊക്കെയാ വേണ്ടെന്ന് കൺഫ്യൂഷനായി. അത് വേണോ? ഗൈസ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനം ഇട്ടത് ചോക്ലേറ്റ് ലെയർഡ് ഗനാഷ് കേക്ക്. അതൊന്നും നമ്മൾ വാങ്ങണം. അത് വാങ്ങാം. 1, 2, 3, 4, 5 ലെയറിൽ ഗനാഷ് ഒക്കെ വെച്ചിട്ടുള്ള സാധനം. നമുക്ക് 6 പേർക്കും കൂടി അത് ധാരാളം. അത് മതി. കുറച്ച് വെച്ചാൽ മതി. ഇതാണ് സാധനം. ഓ, ഇതാണല്ലേ സാധനം. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട്. പിന്നെ അമല് പറഞ്ഞ് ഈ സാധനം ഇതും ഭയങ്കര ഫേമസ് ആവുമല്ലോ ഇവിടെ. അത് വേണമെന്നൊക്കെ പറയണ്ടല്ലോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ചോക്ലേറ്റ് ഡ്രസ്. ഇത് ഡ്രസ് ലച്ചസ് തന്നെയാ? ഇത് ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റ് ഡ്രസ് ലച്ചസ്. ഇത് വേറെ വാനിലയോ അങ്ങനെ ബേബി കാരമൽ എന്തായിരിക്കും. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വെറുതെ ഇവിടെ അമ്മാരി തരറിയോ? തിരാമിസു ക്രീമിന്റെയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ഫ്ലേവർ. എല്ലാം കൂടെ ഇപ്പൊ എങ്ങനെയാ എല്ലാം തിന്നാൻ പറ്റേ ഞങ്ങള് വാങ്ങി. ഇത്രയും സാധനങ്ങൾ അവിടുന്ന് വാങ്ങി. ആരെങ്കിലും ഒക്കെ തിന്നു ഇത്രയും? അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് മേടിച്ചാൽ ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കഴിച്ചു തീർത്താ. ഇത് നോക്ക്. ഈ കട്ട്ലേറ്റ് വാങ്ങിച്ചത് മറ്റേ ഗൈസ് നമ്മൾ അവസാനം ഇവിടുത്തെ ഡൈനിങ്ങിലെത്തി. ഷാമിച്ച് ഹോട്ട് ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? നല്ല കയ്പുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ടല്ലോ. എന്തൊക്കെ കഴിക്കുന്നത്? ഞാൻ ഈ ബ്രൗണി ഒന്ന് ടേസ്റ്റ് ചെയ്തത്. ഇത് ഭയങ്കര സോഫ്റ്റ്. എങ്ങനെയുണ്ട്? ചൂടുണ്ട്. ചൂടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഈ സാധനം കഴിച്ചോളാം. ഇത് എന്ത് ബണ്ണായിരുന്നു? അതെന്തായിരുന്നു പേര് മറന്നുപോയി. അപ്പൊ ഓർമ്മയുണ്ട്. ക്ലാസിക് ജാബ് കേക്ക്. ജാബ് കേക്ക് അല്ലേ? ഇത് ക്ലാസിക് ജാബ് കേക്ക് ആണ്. ഇത് കഴിച്ചോളാം. എങ്ങനെയുണ്ട്? ഞാൻ ഇതിലേക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് വെക്കാൻ പോകും. ഓ, അത് വേണോ ഷാമി? നല്ല രസം ഉണ്ടാവും. അതൊരു പാതകമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോക്ലേറ്റും കൂട്ടിയിട്ട് കഴിച്ചോളാം.
അതൊരു പാതകമായിരിക്കും എനിക്ക് തോന്നുന്നു. ആണേ എൻ്റെ അമ്മ എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. ഇതുണ്ടോ? ആഹാ, ഇവരതവിടെ കൊറിയൻ ബണ്ണും 2 കൊറിയൻ ബണ്ണ് കഴിച്ചുകൊണ്ടിരിക്കണു. സല്ല എന്താ മേടിച്ചിരുന്നേ? ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഈ കേക്ക് തീർക്കാനുള്ള പ്ലാനിലാണ്. ഞാൻ കാര്യമായിട്ട് എനിക്ക് വെച്ചിട്ടൊന്ന് ഓർഡർ ഒരു ബ്രൗണി ഉണ്ട്. അതിൻ്റെതല്ല, ഡോണറ്റിൻ്റെതല്ല, എൻ്റെത് ഇതാ. ഇനി ആ ബ്രൗണിയാണ്. ഞാൻ ബ്രൗണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. നമ്മളിങ്ങോട്ട് കയറിയ സമയത്ത് എല്ലാവർക്കും ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങി ഒരു ലോഡ് സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഷാമിയുടെ മുന്നിലായിട്ടുള്ളത്. ഞാൻ നമ്മളോട് വരുമ്പോ ഒരു കാര്യം പറഞ്ഞു, ജുൻക്കാനെ പറ്റി. ജുൻക്ക ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ട് അവസാനം എന്നെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് എന്നെ കൊണ്ട് തെറ്റി. അതെ, ഇവിടെ അഥവാ തടിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് മാത്രം. അതെ, നീ ഒരൊറ്റ ആൾ കാരണമാണ് ഇവിടെ. എനിക്ക് അങ്ങനെ തോന്നുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ തോന്നുമ്പോ ഓർഡർ ചെയ്യും. അപ്പൊ അങ്ങനെ കഴിച്ചിങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വയറ് ഫുള്ളാവും. അത് പ്രശ്നം എന്താ അറിയോ, വാങ്ങിയ ഭൂരിഭാഗം ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടോ അതെനിക്കറിയാം. ഇവിടെ വാങ്ങിയ ഭൂരിഭാഗം സാധനം മധുരമുള്ളതാണ്. ഓൻ ഡോണറ്റ് വാങ്ങി, ബ്രൗണി വാങ്ങി, പിന്നെന്താ വാങ്ങിയത്? ഇത് ഓൻ വാങ്ങിയ ഡോണറ്റാണേ. ഇത് ഇത്രയും ഭാഗം തിന്നിട്ട് എനിക്ക് തന്നു അടക്ക്. ഓനെ വെറുപ്പിച്ചിട്ട് ഓർഡർ ചെയ്യിപ്പിച്ചതാണ് ഈ ഹോട്ട് ചോക്ലേറ്റ്. ഇത് ഓനിതാ ഒരു 2 സിപ്പ്, അത് ബാക്കി ഓള് സിപ്പ് എടുത്തിട്ട് ബാക്കി ബ്രൗണിയിൽ ഒഴിച്ചിട്ട് ഓള് കഴിച്ചു. പിന്നെന്താ ഉള്ളത്? അതെ അതെ, കൊറിയൻ മണ്ണ് ഓൻ തന്നെ വാങ്ങിയത്. അത് മൊത്തമായിട്ട് കിള്ളി പോയി ഇരിക്കാതെ ഇവിടെ ഒരാള്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടില്ല. എനിക്കറിയാം വെറുതെ എല്ലാവർക്കും അതും വാങ്ങുമ്പോൾ ബാക്കിയാവുന്നു. ഇപ്പം എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യലേ. ഒന്ന് ഉച്ചയ്ക്ക് പോയ സമയത്തും ഈ മറ്റേ നൂഡിൽസ് വാങ്ങിയതൊക്കെ അവല് വാങ്ങിയതിൻ്റെ ഇപ്പം എല്ലാവരും തിന്നതിന് കുറച്ചെന്തായാലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് എൻ്റെ കിളി പോയി കഴിച്ചു. അത്രയും മധുരമുള്ള സാധനമാണ് ഇപ്പോൾ കഴിച്ചത് മൊത്തം. അതെ, ഞങ്ങൾ തിന്നതിൻ്റെ ഓരോന്നിൻ്റെ ബാക്കി തിന്ന് ഓളെ കിളി പോയി. നമുക്ക് മെല്ലെ ഇറങ്ങിയാലോ? ഇത് പറഞ്ഞാൽ വയറ് കടന്നുറങ്ങി. പിന്നെ ഒരു അബദ്ധം പറ്റി. രാവിലെ ഞാൻ അതിലൂടെ നടക്കുന്ന സമയത്ത് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് കുഴിയിൽ ഇതായിപ്പോയി, വീണുപോയി. അപ്പം ഇങ്ങനെ കാല് മടങ്ങിപ്പോയി. അപ്പം എൻ്റെ ഒരു കാലിന് നീര് വന്നിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഷൂവിൻ്റെ ഉള്ളിൽ എൻ്റെ ആ കാലിങ്ങനെ വീർത്ത് കിടക്കുന്ന പോലെ ഉണ്ട്. ഒരു കാല് ലൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ അവിടെ ഒരു കല്ലിൻ്റെ മുകളിലേക്ക് ഓടി, ആറിൻ്റെ മുകളിൽ അപ്പൊ ആ സമയത്ത് ഇപ്പോൾ ഓടി കയറാൻ വേണ്ടി പോയതാണ്. നടന്നിട്ടുള്ളൂ. നടന്നപ്പോ അവിടെ ഇങ്ങനെ കുഴി ഉണ്ടായിരുന്നു, ആ കുഴിയിലേക്ക് പോയി, ചെറിയ കുഴി. അപ്പൊ കാലിങ്ങനെ മടങ്ങിപ്പോയി. അപ്പൊ എൻ്റെ ആ കാല് മാത്രം ഷൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലുത് ഇങ്ങനെ തിങ്ങിയ പോലെ ഉണ്ട്. മറ്റേ കാലാണെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിൽ ലൂസുമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് മിക്കവാറും വീങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത്. നാളത്തേക്ക് ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പം നമുക്കിനി കുറച്ച് നമ്മൾ ഊട്ടി ടൗണിലാണല്ലോ ഉള്ളത്, അപ്പം മാർക്കറ്റിലൊന്ന് കറങ്ങാം. ഇപ്പൊ നമ്മൾ ഊട്ടിയിലെ തെരുവോരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പം ഇങ്ങനെ ജസ്റ്റ് ടൗണിലൊക്കെ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടാ, ജാക്കറ്റ് ഇട്ട തല അടക്കം കവേർഡ് ആവുമായിരുന്നു. കൊടെങ്കിലും എടുത്ത് വന്നാലോ, എന്നിട്ട് നടന്നാലോ? ഇനിയിപ്പോ ഒരു സാധനം കഴിക്കാനുള്ള സ്പേസ് ഇല്ല. സ്പേസ് തുള്ളി സ്പേസ് പോലും ഇല്ല. മൊത്തം ചോക്ലേറ്റ് ഇതൊന്നും നിറച്ചു വെച്ചിട്ടുണ്ട്. വായന്റെ പുക പോകുന്നു കണ്ടോ? ഹലോ, കാണുന്നില്ലടാ. കാണുന്നില്ലാണോ? ഇല്ല കുറച്ച് വിട്ടെന്ന് കാണും. ഇല്ല, വെറുതെ വാ തുറന്നു വെച്ച് നിൽക്കുന്ന പോലെ ഇവിടെ ഒരാള് ചെയ്യുന്ന പണിയുണ്ടോ? കയ്യിൽ ഗ്ലൗസ് ഇട്ടുണ്ട്, എന്റെ കൈ വെച്ചിട്ടാണ് ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് നോക്കാം. ഇതിപ്പോ ഞാൻ ഈ ഡാർജിലിംഗ് മോമോസ് എന്ന് പറഞ്ഞിട്ട് മോമോസ് കഴിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. ജൂന് ഓർഡർ ചെയ്യാൻ പോയിട്ട് അപ്പൊ അതിന്റെ റേറ്റിംഗ് നോക്കിയതാവൻ. അതിന് എന്റെ കൈ വളരെ സിമ്പിളാണ്. അതെ, അതേ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കാണാം. ഇനിയിപ്പോ ക്രിക്കറ്റിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ശരി. ഇപ്പൊ വേണേ നമുക്ക് ഗെയിമും കളിക്കാം. കാണിച്ചാ അപ്പൊ എനിക്ക് എന്റെ കൈ ആവശ്യമുള്ളപ്പോഴോ ഗെയിം കളിക്കാനോ? കൈ ഉണ്ടോ? ഇതാണ് ഗൈസ് നമ്മൾ കഴിക്കാൻ പോകുന്ന മോമോസ്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ സാധനം എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം.
നല്ല ടേസ്റ്റ് ഇതാണ്. കൂട്ടി കഴിച്ചോളൂ. തിന്ന് നോക്കട്ടെ. ചൂടുണ്ടോ നോക്കുക. എന്താ അത്? എങ്ങനെയുണ്ട്? ആ ചൂട് മാത്രമേ ഉള്ളൂ അല്ലേ. സാധനം ടേസ്റ്റി കഴിച്ചാൽ ഫീൽ ചെയ്യും. ടേസ്റ്റുള്ള ആ പുള്ളി കാണുന്നില്ല. വീഡിയോയിൽ കാണൂല. പൊള്ളിയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഫ്ലേവറിന്റെ ടേസ്റ്റ് ഇല്ല. അഞ്ച് എന്തോ ഷോപ്പിങ്ങിലാണ് ഗൈസ്. ഒരു മണി ബാങ്ക് ആണ്, പക്ഷെ കണ്ടപ്പോ എനിക്ക് നല്ല രസം തോന്നി. ഇതിന് പൈസ ഇട്ട് വെക്കണം, ചില്ലറ പൈസ. അടുത്ത പ്ലേറ്റ് മോമോസ് വന്നിരിക്കുകയാണ്. അതെ, ഫോർക്ക് എടുക്കാൻ വേണ്ടി ഉള്ളിൽ പിന്നെയും പോയിട്ടുണ്ട് ജുനു. ശ്രീ മോമോസ് ഒന്നും അങ്ങനെ തിന്നണമെന്നല്ലോ, പക്ഷെ ഇത് ശ്രീ ഒരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അല്ല ഞാൻ നേരത്തെ ഒന്നേ കിട്ടിയുള്ളൂ, ഇപ്പൊ ഒന്നുപോലും കിട്ടിയില്ല. വേണ്ട പറഞ്ഞതാണേ നേരത്തെ ചോദിച്ചപ്പോ. ഒരു ഫോർക്കിന് ബുദ്ധിമുട്ടാവും, കൈ പിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഒന്നെടുത്തോ? ഞാൻ തരാം. ഞാൻ കൊടുക്കാം. ഞങ്ങള് രാവിലെ മുതൽ കുറച്ച് കത്തറയിലായിരുന്നു. അടിണ്ടാക്കി കാരണം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഒന്ന് വേണ്ട ഞാൻ പറഞ്ഞു കൊടുക്കും. 5 കാക്കനെ നോക്കി നിന്നപ്പോ കാക്ക വെച്ച് എന്തേ അപ്പൊ ഉള്ളറിന് എന്തേ അങ്ങനെ തുടങ്ങി അടിയാ. അത് ഞങ്ങൾ രാവിലെ തുടങ്ങിയത് ഇതുവരെ എപ്പോഴും അവസാനിപ്പിച്ചത്. എത്ര സമയം സംഭവം കോഴിക്കോടാണെങ്കിൽ 37 രൂപ. ഊട്ടി ആയതുകൊണ്ടാണല്ലേ മട്ടാണ് മൊത്തത്തിൽ. എങ്ങണ്ട് അടിപൊളിയല്ലേ? ചൂട് ഊതി കളയാ മുകളിലോട്ട്. അയ്യോ എന്തോ സ്നേഹപ്പോ. അയ്യോ ഊതിക്കള മുകളിലേക്ക് എന്നൊക്കെ. അടിപൊളി. നമ്മൾ ഇന്നലെ കണ്ട കാട്ടുപോത്തോ അവിടെ ഇരിക്കുന്നു. അവിടെയല്ലേ പിന്നെ മേലെ ഇതെങ്ങാനും ഇങ്ങോട്ട് ഇറങ്ങിയ പണി കേട്ടോ. അപ്പൊ നേരെ വന്നാലോ? ഐറ്റൊന്നുമില്ല, ഇറങ്ങുകയും എടാ കണ്ണോക്കി എവിടെ കണ്ണ്? കണ്ണ് തിളങ്ങുന്ന കള്ളി.